എന്ത് ചർച്ചയാ ബേസിൽ? ഇങ്ങനെയാണ് ഒരു ഒരു ചാനൽ ചർച്ച പങ്കെടുക്കുന്നത്? ഒരു പൊതുയോഗത്തിൽ മൈക്ക് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലൊക്കെ പറ, നിങ്ങളുടേതായ ഒരു വേദിയിൽ നിന്നുകൊണ്ട്. ഇത് രണ്ടു മൂന്ന് പാനലിസ്റ്റുകൾ ഇരിക്കുന്ന ഒരു ചർച്ചയെ വന്നിരുന്നിട്ട് പൊതുയോഗത്തിൽ പറയുന്ന പോലുള്ള തെറ്റായ കാര്യങ്ങൾ, ഞാൻ വേറെ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല, അസംബന്ധങ്ങളും ഒക്കെ വിളിച്ചു കൂവുകയാണ് ഒരു ചർച്ചയെ വന്നിരുന്നുകൊണ്ട്. എന്തൊരു കഷ്ടമായത്! നിങ്ങൾ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. നിങ്ങൾ ഇവിടെ പറഞ്ഞത് പിന്നെ ബംഗാളിൽ തോറ്റ്, മറ്റേടത്ത് തോറ്റ്, ഞങ്ങൾക്ക് 3 സ്റ്റേറ്റ് ഭരണം ഉണ്ടായിരുന്നു, 3 സ്റ്റേറ്റ് ഇപ്പൊ ഭരണമില്ല. കോൺഗ്രസിന് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിലും ഭരണം ഉണ്ടായിരുന്നു ബേസിൽ. മാത്രമല്ല, നേരത്തെ ജയചന്ദ്രൻ മാഷ് പറഞ്ഞവരോട് കൂട്ടിച്ചേർത്താൽ 400-ലധികം ലോകസഭാ സീറ്റാണ് രാജീവ് ഗാന്ധിക്ക് കിട്ടിയത്. 400-ലധികം, 540-ൽ 400 സീറ്റ്, 5-4 ഭൂരിപക്ഷം. എവിടെ പോയി നിങ്ങൾ? യു പിയിൽ, ബീഹാറിൽ, മധ്യപ്രദേശിൽ നിങ്ങൾ എവിടെയാ ഉള്ളത്? നിങ്ങളുടെ നേതാക്കൾ ജയിക്കണമെങ്കിൽ വയനാട്ടിൽ വന്ന് മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടിയേ ജയിക്കാൻ പറ്റൂ. അല്ലാതെ നിങ്ങൾക്ക് എവിടെ ജയിക്കാൻ പറ്റുക? നിങ്ങൾ ഇപ്പൊ 3 സ്റ്റേറ്റിൽ മാത്രമായിട്ട് അവശേഷിച്ചു. ഞങ്ങൾ 3 സ്റ്റേറ്റ് ഉണ്ടായിരുന്നവർക്ക് ഇപ്പൊ ഒന്നുമില്ല, ഞങ്ങൾ അത് അംഗീകരിച്ചല്ലോ. അപ്പൊ തോൽവിയുടെ കഥകൾ പറഞ്ഞുകൊണ്ട് ഇത്തരം വിഡ്ഢിത്തരങ്ങളൊന്നും ഇരുന്ന് പറയേണ്ട കാര്യമില്ല. കോൺഗ്രസ് ആണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ദയനീയമായി തോറ്റത്. കഴിഞ്ഞ പ്രാവശ്യം മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുള്ളത് കൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇന്ത്യയിൽ ഗൗരവമുള്ള വിഷയം വരുമ്പോൾ അദ്ദേഹം BMW സൈക്കിൾ ചവിട്ടാൻ അങ്ങ് പോവുകയും ചെയ്യും. ഇതല്ലേ യാഥാർത്ഥ്യം? അപ്പൊ ഇങ്ങനെ തോറ്റതിനെ കുറിച്ച് ഇനി പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കുമെന്ന് ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞെന്ന്. എന്തോ പാഠപുസ്തകത്തെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? പാഠപുസ്തകം പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന് മാസങ്ങൾക്ക് മുമ്പേ ടെൻഡർ കൊടുത്ത്, ആ ടെൻഡർ വിളിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രസ്സിൽ കൊടുത്ത് അതിന്റെ പ്രൂഫ് നോക്കി അത് ക്ലിയർ ചെയ്യണം. അതെല്ലാം അച്ചടിച്ച് വെച്ച് കഴിഞ്ഞിരിക്കുക. വെക്കേഷൻ സമയത്ത് എടുത്ത് കൊടുക്കുന്ന ജോലിയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇനി അടുത്ത വർഷത്തെ പാഠപുസ്തകം പ്രിന്റ് ചെയ്താൽ മതി. പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞെന്നോ? ഇനി എന്താണ്, ആര്യ രാജേന്ദ്രൻ പോയി ഹാള് വാടകയ്ക്ക് എടുത്തെന്നോ? അതിന് അവിടെ വരെ പോകേണ്ട, UK വരെ പോകേണ്ട കാര്യമുണ്ടോ ഹാള് വാടകയ്ക്ക് എടുത്ത് പരിപാടി നടത്താൻ? ഇത് ലോകത്ത് പല അവാർഡുകളും കൊടുക്കുന്നത് പറയുന്ന കാര്യം സ്പഷ്ടമായി കേൾക്കണം. താങ്കൾ ഇങ്ങനെ സംസാരിക്കാതെ അദ്ദേഹം മറുപടി പറയട്ടെ. അല്ല, നിങ്ങൾ എന്തായി കാണിച്ചു വെച്ചേക്കുന്നത്? നിങ്ങൾ ഈ ചർച്ചയുടെ മര്യാദ പാലിക്കൂ. ബേസിൽ മര്യാദയ്ക്ക് വർത്താനം പറ. നിങ്ങൾ ചർച്ചയെ അലമ്പാക്കുന്ന എന്തിനാ? നിങ്ങൾ ഇത്രയും ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇടപെട്ടോ? ഞാനും ജയചന്ദ്രൻ മാഷും ഇടപെട്ടോ? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഒരു സാമാന്യ മര്യാദ പഠിച്ചിട്ട് വേണ്ട ഒരു ചർച്ചയ്ക്ക് വന്നിരിക്കാൻ. എന്ത് ബഹളം അവിടെ നിന്ന് കാണിക്കുന്നത്? അല്ല, എന്ത് ബഹളമായി കാണിക്കുന്നത് ഇവിടെ നിന്ന്? നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യണോ അല്ലേ ഞങ്ങളെ ചർച്ച തുടരൂ? ഇത്തരം അലമ്പ് കേസുകളൊക്കെയാണോ കൈരളി ചർച്ചയ്ക്ക് വിളിക്കുന്നത്? എന്ത് മര്യാദയായി കാണിക്കുന്നത്? ഒരു മര്യാദ ഇല്ലാതെ കയറി വർത്താനം പറയുക, കയറി ഇടപെടുക, ഒന്നും സംസാരിക്കാതെ എങ്ങനെ തുടരുമെന്നാ പറയുന്നേ? ഒരു മര്യാദ ഇല്ലാത്ത ആളുകളെ വിളിച്ച് ചർച്ചയ്ക്ക് കൊണ്ടിരുത്തിയിട്ട് അലമ്പാക്കുക ചർച്ച. എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പറയുന്നതിന്റെ കാര്യമല്ല പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞതല്ലേ UK ഹാള് വാടകയ്ക്ക് എടുത്തെന്ന്. രാജ്യത്ത് ലോകത്ത് പല അവാർഡുകളും കൊടുക്കുന്നത് സർക്കാർ സംവിധാനത്തിൽ മാത്രമല്ല. നിങ്ങൾ അത് മനസ്സിലാക്ക്. ഓസ്കാർ അവാർഡ് സർക്കാരിന്റെ അവാർഡാണോ? നോബൽ പ്രൈസ് സർക്കാരിന്റെ അവാർഡാണോ? കേരളത്തിലെ വയലാർ അവാർഡ് സർക്കാരിന്റെ അവാർഡാണോ? OND പുരസ്കാരം സർക്കാരിന്റെ അവാർഡാണോ? ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ് അവാർഡ് വേറെ ഉണ്ട്. ഇപ്പൊ സരസ്വതി സമ്മാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയാണ്, കേന്ദ്ര സാഹിത്യ അക്കാദമി സെൻട്രൽ ഗവൺമെന്റിന്റെയാണ്. ഓരോരുത്തടുത്ത് ഇങ്ങനെയുണ്ട്. അപ്പോ ലോകത്തെ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സർവേ നടത്തിയിട്ടാണ് അവരിങ്ങനെ ഒരു അവാർഡ് കൊടുത്തത്. ഒരു പെൺകുട്ടി 10-22 വയസ്സുള്ള ഒരു പെൺകുട്ടി അധികാരം ഏറ്റവും മുതൽ അതിന്റെ പുറകെ നടക്കുക, അതിനെ ആക്ഷേപിക്കുക. ഷൈലൈ ടീച്ചർ ഇന്റർനാഷണൽ അവാർഡ് വാങ്ങിച്ചപ്പോ അവരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാര് ഷൈലൈ ടീച്ചറുടെ തുണ്ട് കണ്ടോന്ന്. സാമാന്യ മര്യാദ വേണ്ടേ കേരളത്തിൽ? 10-70 വയസ്സുള്ള കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയായ, ലോകത്ത് എന്തുകൊണ്ടാണ് അവരെ വിളിച്ചത്? നിപ വൈറസും കോവിഡും ഒക്കെ കൈകാര്യം ചെയ്യാൻ അതിസമ്പന്ന രാജ്യങ്ങൾ അറച്ചു നിന്ന ഘട്ടത്തിൽ ഒരു വികസിത മുതലാളിത്ത രാജ്യത്തെ ഒരു കൊച്ചു സ്റ്റേറ്റിലെ ഒരു മന്ത്രി എങ്ങനെ ഇത് കൈകാര്യം ചെയ്തു? അതുകൊണ്ടാണ് അവിടെ വിളിച്ചത്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ അന്നത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞ റോക്ക് ആൻഡ് റോള് കളിച്ചു എന്നൊക്കെയാ പറഞ്ഞേ. കോവിഡ് റാണി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ആക്ഷേപിച്ചു. നിങ്ങൾ എന്ത് മര്യാദ ഇത് പറയുന്നത് ഇരുന്നിട്ട്? അപ്പോ ആര്യ രാജേന്ദ്രൻ ഒരു പെൺകുട്ടിയായി പോയി, അത് ചെറിയ പ്രായമായി പോയി, അതുകൊണ്ട് അവരെ എന്തു ആക്ഷേപിക്കാം? അവർക്ക് ഭരണപരമായി പരിചയക്കുറവിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ജനാധിപത്യപരമായി ചൂണ്ടിക്കാണിക്ക്.
അതിനപ്പുറത്തേക്ക് കയറി വ്യക്തിപരമായി അറ്റാക്ക് ചെയ്ത് പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നവരാണോ അതല്ല ശ്രീ പി കെ ഗോപൻ, അത് തന്നെയാണ്. അതായത് എങ്ങനെയാണോ ഷൈല ടീച്ചറെ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ആക്ഷേപിച്ച് അതിന്റെ മറ്റൊരു മാതൃകയിലാണ് ബേസിലിനെ പോലുള്ളവർ ഇത്തരം ചർച്ചകൾ വന്ന് സംസാരിക്കുന്നത്.